യെസ്. സോ നിങ്ങൾ ബുക്കുകളൊക്കെ എടുത്തോളൂ കേട്ടോ. നമുക്ക് എഴുതേണ്ട വളരെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ കൺസെപ്റ്റ് ഓഫ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈനാണ് തൊട്ട് മുൻപ് പഠിച്ചത്. ഇതാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ലോക്കസ് ഓഫ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ xi. എക്സ് പല വാല്യൂസ് ആകുമ്പോൾ അതിന് നേരെയുള്ള ഓരോ കണ്ടീഷണൽ മീനുകളുടെയും ലോക്കസ് ആണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. ഈ ഫംഗ്ഷൻ ഇപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എഴുതി. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ xi ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് xi. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ xi ഈസ് ഈക്വൽ ടു 80 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനൊരു വൈറ്റ് ബോർഡ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ xi ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് xi. ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ xi എന്ന് പറയുന്നത് i ക്യാൻ ബി 1 to n. നമ്മൾ ഐയും ടിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം പഠിച്ചിട്ടില്ലേ? ഐ ഏത് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാണ്? യു ആർ റൈറ്റ്. ടി റെപ്രസെന്റ് ചെയ്യുന്ന ടൈം സീരീസ് ഡാറ്റയാണ്. എക്സ് ഐ എന്ന് പറയുന്നത് ഐ ക്യാൻ ബി 1 to n. ടോട്ടൽ എത്ര എക്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് അപ്പോ ഇസ് എ ഫംഗ്ഷൻ ഓഫ്, ഇത് കണ്ടീഷണലാണ് അല്ലെ? ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ മീൻ എന്ന് വിളിക്കുന്നത്. എന്ത് ഇതിന്റെ അർത്ഥം? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ xi. സപ്പോസ് xi ഈസ് ഈക്വൽ ടു 80. നമ്മുടെ എക്സാമ്പിളിൽ xi എന്ന് പറയുന്നത് 80 ആണെന്നിരിക്കുക. 80 തുടങ്ങിയിട്ട് 10 ഉണ്ട്. 1 to 10 ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാരണം i എന്ന് പറയുന്നത് 80 ഉണ്ട്, 100 ഉണ്ട്, 120, അങ്ങനെ നമുക്ക് നമ്മുടെ 80 ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ x1 ആണ് ഇത്. i is equal to 1. 1 to 10 ഉണ്ട്. ഓക്കെ, നമ്മൾ i 1 to k ആണ് പറയുക. വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ i is equal to 1 to k ആണ് പറയുക. എക്സിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ എണ്ണം y i ആവുമ്പോഴാണ് i is equal to 1 to n പറയുക. നമ്മൾ അതും പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ് മാറിപ്പോയതാണ്. ഓക്കെ, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ xi. നമ്മുടെ എക്സാമ്പിൾ എത്രയാണെന്ന് പറഞ്ഞ് ഓർക്കണ്ടോ ആരെങ്കിലും? xi ഈസ് ഈക്വൽ ടു 80 ആണെങ്കിൽ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ മീൻ? ഫംഗ്ഷൻ ഓഫ് xi ഈസ് ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ മീൻ എത്രയാണ്? മീൻ ഓർക്കണ്ടോ ആരെങ്കിലും? ഇവിടെ 80 ഇൻകമുള്ള 5 ഇൻഡിവിജ്വൽ ഫാമിലീസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ എല്ലാം നമ്മൾ ഇൻകം എല്ലാം കൂട്ടിയിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 65. ഓക്കെ, ഇത് എവിടുന്ന കിട്ടിയത്? 65. ഈ ടേബിൾ കണ്ടോ? ഇതാണ് 65. എങ്ങനെ കിട്ടി എനിക്കത്? എക്സ് 80 ആയപ്പോൾ കണ്ടീഷൻ, അതാണ് കണ്ടീഷൻ. എക്സ് 80 ആണെങ്കിൽ വൈയുടെ മീൻ എത്ര? മീൻ എന്ന് പറയുന്നത് 65. ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ മീൻ എന്ന് പറയുന്നത്. അതിനാണ് നമ്മളിവിടെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. എക്സ് അവിടെ നമ്മുടെ 80 ആകുമ്പോൾ 100 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ 100 77. y ഗിവൺ 100 ആണ്. ഇവിടെ y ഗിവൺ 80, y ഗിവൺ 120, y ഗിവൺ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y ഗിവൺ 140. അങ്ങനെ നമ്മൾ ഇതിനെ പറയാം.
എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given 160. എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ് വാല്യൂസ് വെച്ച് നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? റിഗ്രഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് എഴുതി 65 is a function of 80. ഓക്കെ, ഈ ഫംഗ്ഷൻ ഓഫ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് പല രീതിയിലുള്ള ഫംഗ്ഷൻ ആവാം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷൻ ആവാം, നോൺ ലീനിയർ ഫംഗ്ഷൻ ആവാം. നമ്മൾ അതാണ് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഇഫ് ഇറ്റ് ഈസ് ലീനിയർ ഫംഗ്ഷൻ, നമ്മൾ അതിനെ എഴുതുന്നത്, നമ്മൾ ഇത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi ഈസ് ഇക്വൽ ടു β1 പ്ലസ് β2 xi. ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ ഒന്ന് നോക്കുക, ഇവിടെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi ഈസ് എ ഫംഗ്ഷൻ ഓഫ് xi. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും? അതായത് ഈ 65 എങ്ങനെ കിട്ടി? ബിക്കോസ് ഓഫ് 80 ഇൻകം ആയതുകൊണ്ടാണ് നമുക്ക് ഈ 65 കിട്ടിയത്. ഈ 80 ഇൻകത്തിനെ ആശ്രയിച്ചിട്ടാണ്, അതിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ 65 കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi, അപ്പൊ ഗിവൺ തന്നിരിക്കുന്നതുകൊണ്ട് എക്സ്, അത് കണ്ടീഷണൽ മീൻ ആണ്. ഇതൊരു ഫംഗ്ഷൻ ആണ്. എഫ് കണ്ടോ? ഇസ് എ ഫംഗ്ഷൻ ഓഫ് xi. ഈ xiനെ ആശ്രയിച്ചാണ് ഈ എക്സ്പെക്ടഡ് മീൻ ഇരിക്കുന്നത്. ഇതാണ് എക്സ്പെക്ടഡ് മീൻ. വൈന്റെ എക്സ്പെക്ടഡ് മീനെ ആശ്രയിച്ചിരിക്കുന്നത് ഈ xiനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ്. ഇനി എന്ത് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ആവാം, നോൺ ലീനിയർ ഫംഗ്ഷൻ ആവാം. നമ്മൾ യൂഷ്വലി ഈ ഒരു സെമ്മില് നമ്മൾ പഠിക്കുന്ന ലീനിയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ വിളിക്കുന്ന പേര് കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഫംഗ്ഷൻ എന്നോ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്നോ പോപ്പുലേഷൻ റിഗ്രഷൻ എന്നോ വിളിക്കാം. നമ്മൾ ജനറലി നമ്മൾ ഈ രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് എന്താണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഈ ഒരു കാര്യമാണ് എഴുതേണ്ടത്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi ഈസ് എ ഫംഗ്ഷൻ ഓഫ് xi. ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ? എക്സ് 80 ആണെങ്കിൽ അതിന് ആ 80യിലുള്ള ഫാമിലി ഇൻഡിവിജ്വൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുകളുടെ എല്ലാം മെയിൻ വാല്യൂ. നമ്മളുടെ എക്സാമ്പിളിൽ 80 ഇൻകം ഉള്ള 5 ഫാമിലീസ് ഉണ്ട്. അവരുടെ എല്ലാം കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ ടോട്ടൽ ചെയ്തിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് 65 കിട്ടി. ആ 65 എന്തിന്റെ ഫംഗ്ഷൻ ആണ്? 80യുടെ ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ട്? കാരണം 80 ഇൻകം ഉള്ള 5 ഫാമിലീസിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, സോ ദാറ്റ് ഈസ് എ കണ്ടീഷണൽ. അതുകൊണ്ടാണ് ഇതിനെ കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. വെറുതെ എക്സ്പെക്ടേഷൻ ഫംഗ്ഷൻ അല്ല, കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ. ആ കണ്ടീഷൻ എന്താണ്? അവിടുത്തെ എക്സ് 80 ആണെങ്കിൽ ഉള്ള മീൻ എന്നാണ് അതിന്റെ കണ്ടീഷൻ. എക്സ് 100 ആണെങ്കിൽ ഉള്ള മീൻ വേറൊരു കണ്ടീഷണൽ എക്സ്പെക്ടേഷൻ ഫംഗ്ഷൻ ആണ്, കണ്ടീഷണലാണ്. അപ്പോൾ അങ്ങനെ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഫംഗ്ഷനെ നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ, ഇത് പോപ്പുലേഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വൈ ഇറ്റ് ഈസ് കോൾഡ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ? ലീനിയർ ഫംഗ്ഷൻ അല്ല, ലീനിയർ ഫംഗ്ഷൻ നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ എക്സാമ്പിൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് എക്സാമ്പിൾ ആണ്? 60 ഒരു കമ്മ്യൂണിറ്റിയിലെ 60 പേരെ കുറിച്ചാണ്. ഈ 60 പേരെന്ന് പറയുന്നത് സാമ്പിൾ ആണോ പോപ്പുലേഷൻ ആണോ? പോപ്പുലേഷൻ ആണ്. ആ കമ്മ്യൂണിറ്റിയിൽ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ എന്ന് വിളിച്ചത്. ശരിക്കുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല, ഒരു സാങ്കല്പികമായ ഒരു കമ്മ്യൂണിറ്റി. അവിടെ അപ്പോൾ 60 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ എടുത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. യൂഷ്വലി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഇസ് ഇറ്റ് പോപ്പുലേഷൻ റിഗ്രഷൻ ഓർ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ? നമ്മൾ സാധാരണഗതിയിൽ പഠിക്കാൻ പോകുന്നത് സാമ്പിൾ ആണ്. പോപ്പുലേഷൻ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അല്ലെങ്കിൽ സ്പെഷ്യൽ കേസുകളിൽ മാത്രമേ നമുക്ക് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഒക്കെ നടത്താറുള്ളൂ. കാരണം അങ്ങനെ ഒരു പോപ്പുലേഷൻ സൈസ് പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ പോപ്പുലേഷൻ സൈസ് വളരെ വലുതായിരിക്കും. ഓക്കെ, അപ്പൊ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനെ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ മനസ്സിലാക്കിയിട്ടാണ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇതാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ഇനി സം ഫംഗ്ഷൻ ഓഫ് ഈ എഫ് എന്താണ്? എഫിന്റെ നേച്ചർ എന്താണ്?
What is the functional relationship between independent and dependent variable? Is it linear function or non-linear function? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലീനിയർ ഫംഗ്ഷനെ കുറിച്ചാണ്. ഓക്കെ, ഇവിടെ നോക്കി, വാട്ട് ഫോം ഡസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഐ അസ്യൂം? ഇത് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വേരിയബിൾ എപ്പോഴും ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ആ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഏത് തരത്തിലുള്ള ഫംഗ്ഷൻ? ഈസ് ഇറ്റ് ലീനിയർ ഫംഗ്ഷൻ ഓർ നോൺ ലീനിയർ ഫംഗ്ഷൻ? അപ്പോൾ നമ്മൾ ആദ്യം ലീനിയാരിറ്റി നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ലീനിയറിന്റെ അർത്ഥം നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ വെറുതെ ഒരു ലീനിയർ ഫംഗ്ഷൻ കാണിക്കുകയാണ്. ഈ ലീനിയർ ഫംഗ്ഷൻ നോക്കി അറിയാൻ പറ്റും. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y ഗിവൺ എക്സ് ഐ ഈസ് ഇക്വൽ ടു β1 പ്ലസ് β2 എക്സ് ഐ. ഇത് നമ്മൾ എഴുതിയിട്ടില്ലേ ഈ ഫോം മെത്തഡോളജി? യെസ്. ഇതില് β1 എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ ഈ ഫംഗ്ഷനെ ഇപ്പൊ ലീനിയർ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുന്നത്. ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഇഫ് ഇറ്റ് ഈസ് ലീനിയർ ഫംഗ്ഷൻ then we will write this functional form like this. ഈ എഫ് ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ we will write this. We will write just like this. Expected value of y given xi is equal to β1 plus β2 xi. നമ്മൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ β1 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? എന്താണ് β1? ഇന്റർസെപ്റ്റ്. β2 സ്ലോപ്പ് കോഎഫിഷ്യന്റ്. ഇതില് ഈ നമ്മള് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നമുക്ക് അൺനോൺ ആണ്. നമുക്കിപ്പോ അറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. ഈ രണ്ട് വാല്യൂസ് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. സോ β1 ആൻഡ് β2 ആർ, ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം നോക്കുക. β1 ആൻഡ് β2 ആർ അൺനോൺ ബട്ട് ഫിക്സ്ഡ് പാരാമീറ്റേഴ്സ് ഓഫ് റിഗ്രഷൻ as regression coefficients. β1 and β2 are known as intercept and slope coefficients respectively. നമുക്ക് ഓൾറെഡി അറിയാം. ഇത് ഫിക്സ്ഡ് വാല്യൂസ് ആണ്. ഈ മോഡലിൽ നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ β1ഉം β2ഉം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ റിഗ്രഷൻ അനാലിസിസ്. കാരണം നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്ക് y അറിയാം, x അറിയാം. y അറിയാം, x അറിയാം. നമുക്ക് ഇപ്പൊ നമ്മുടെ ക്ലാസിന്റെ എക്സാമ്പിൾ എടുത്ത് 20 പേര്, പോപ്പുലേഷൻ 20 ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 18 പേര്, അല്ലെങ്കിൽ 19 പേര്. നമ്മൾ എല്ലാവരുടെ അടുത്തും മന്ത്ലി ഇൻകം അല്ലെങ്കിൽ വീക്ക്ലി ഇൻകം ചോദിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായി? 20 എന്ത് കിട്ടി? XI കിട്ടി അല്ലേ? ഫോളോ ചെയ്യുന്നുണ്ടോ? 20 പേരുടെയും നമുക്ക് വീക്ക്ലി ഇൻകം കിട്ടി. ഇനി ഞാൻ 20 പേരുടെ അടുത്ത് എന്ത് ചോദിക്കുന്നു? എന്താണ് നിങ്ങളുടെ വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് ചോദിക്കുന്നു. എനിക്ക് 20 പേരുടെയും വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചറും കിട്ടി. ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് ഓൾറെഡി അറിയാം. അപ്പൊ എനിക്ക് എന്തറിയാം? വൈയും അറിയാം, എക്സും അറിയാം. പിന്നെ ഞാൻ എന്താ ഫൈൻഡ് ചെയ്യുന്നത്? BS. എനിക്ക് അറിയാൻ പാടില്ലാത്തത്, അൺനോൺ ആയിട്ടുള്ള കാര്യം β1ഉം β2 ആണ്. ഇനി എന്തിനാണ് അത് ഫൈൻഡ് ചെയ്യുന്നത്? അത് എനിക്ക് എന്ത് മെഷർമെന്റ് ആണ് തരുന്നത്? എനിക്ക് ആ ഫൈൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു നേച്ചർ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്താ കളക്ട് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് എന്തൊക്കെ വാല്യൂസ് ആണ്? എല്ലാവരുടെയും മന്ത്ലി ഇൻകം കിട്ടി, എല്ലാവരുടെയും വീക്ക്ലി ഇൻകവും വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചറും കിട്ടി. അപ്പൊ എനിക്ക് ക്ലാസ്സിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാൻ പറ്റും. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ β1ഉം β2 ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, ഇൻകം ഇല്ലെങ്കിലും നിങ്ങൾ എത്രത്തോളം വീക്ക്ലി കൺസംഷൻ നടത്തും, അതാണ് β1. ഇഫ് ഇൻകം ഈസ് സീറോ, β1 എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് സീറോ, ഈ സെക്ഷൻ മുഴുവൻ എന്തായി മാറി? സീറോ ആയി മാറി. സോ യുവർ മീൻ കൺസംഷൻ, എക്സാക്ട്ലി കൺസംഷൻ അല്ല, ക്ലാസിന്റെ മുഴുവൻ മീൻ കൺസംഷൻ, ഇത് ഇൻഡിവിജ്വൽ അല്ല, നിങ്ങളുടെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺസംഷൻ അല്ല പറയാ. മീൻ കൺസംഷൻ, ദിസ് ഈസ് മീൻ, കണ്ടീഷണൽ മീൻ. ഓക്കെ, വാട്ട് വിൽ ബി ദ മീൻ കൺസംഷൻ ഓഫ് എ ക്ലാസ് ഇഫ് യു ഹാവ് നോ ഇൻകം? അത് എനിക്ക് β1ലൂടെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ β1നേക്കാൾ ഏറ്റവും, ഇത് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് പലപ്പോഴും β1 ഒരു സിഗ്നിഫിക്കന്റ് വാല്യൂ ആയിരിക്കില്ല തരുന്നത്. ഞാനിപ്പോ ഇന്റർപ്രിട്ടേഷനിൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ പോലും ആരും സ്റ്റഡീസിൽ β1നെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാറില്ല പ്രാക്ടിക്കലി. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. തിയറിറ്റിക്കലി പറയുമ്പോൾ ദിസ് ഈസ് ദ റിസൾട്ട്. പക്ഷെ നമ്മളൊരു റിഗ്രഷൻ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് നെഗറ്റീവ് വാല്യൂസ് ഒക്കെ ആയിരിക്കും കിട്ടുക.
ഈ നെഗറ്റീവ് വാല്യൂസ് നമുക്ക് ഒരിക്കലും സിഗ്നിഫിക്കന്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് നെഗറ്റീവ് കൺസംഷൻ രേഖപ്പെടുത്താൻ പറ്റില്ല. ഓക്കെ, കൺസംഷൻ ഒന്നുമില്ലെങ്കിൽ 0 ആവാം, പക്ഷെ ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. ചില സ്റ്റഡീസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ അതുകൊണ്ട് സ്റ്റഡീസിൽ ഈ β1 വാല്യൂവിന് കാര്യമായ പ്രസക്തി ആരും കൊടുക്കുന്നില്ല ജനറലി കേട്ടോ. β2 പക്ഷെ വളരെ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. β2ന്റെ വാല്യൂ എന്തിന്റെ ഇടയിലായിരിക്കും? 0ക്കും 1ന്റെ ഇടയിലായിരിക്കും. ആ β2 ആണ് നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എത്രത്തോളം നമ്മുടെ ഇൻകം എത്രത്തോളം കൺസംഷനെ സ്വാധീനിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നു. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്റ്റഡി ചെയ്തപ്പോൾ 0.7 കിട്ടിയെന്ന് വിചാരിച്ചു. 0.7 0ക്കും 1നും ഇടയിലാണ്. 0.7 കിട്ടി. അതായത് നിങ്ങളുടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം വളരെ ഹൈ ആണെന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇൻകത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഭൂരിഭാഗവും നിങ്ങളുടെ 70%, ഒരു 100% നിങ്ങൾക്ക് ഇൻകം വർദ്ധിച്ചാൽ അതിന്റെ 70% നിങ്ങൾ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്നാണ് അതിന്റെ കൺക്ലൂഷൻ. സോ നമുക്ക് അവിടെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയും പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്ഷൻ നടത്താൻ പറ്റും. അപ്പൊ ഒന്ന് നമ്മൾ β1ഉം β2ഉം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. ഇത് അൺനോൺ ആണ്, നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ വൈയും എക്സും നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ β1 β2 കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ അതിനെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലാസിന്റെ മെയിൻ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളുടെ ഇൻകം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ β1ഉം β2 എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ദീസ് β1 ആൻഡ് β2 ആർ അൺനോൺ ബട്ട് ഫിക്സ്ഡ് പാരാമീറ്റേഴ്സ്. ഇതിന് വൺസ് നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാമ്പിളിൽ നമ്മളത് ഒരു സാമ്പിളിനെ ബേസ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ ബേസ് ചെയ്ത് നമ്മളത് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ആർ ഫിക്സ്ഡ്. അത് പിന്നെ ഫിക്സ്ഡ് വാല്യൂസ് ആണ്. പിന്നെ അടുത്ത ഒരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്തൊരു പോപ്പുലേഷൻ കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും β1 β2 ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഒരു കളക്ട് ചെയ്തിരിക്കുന്ന β1 β2 ഫിക്സ്ഡ് ആണ്. അപ്പൊ എക്സ് നമുക്ക് ഇനി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീക്കിലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടിയാൽ, വീക്കിലി ഇൻകം കൂടിയാൽ, ഒരു 100 rupees കൂടിയെന്ന് ചോദിച്ചു എല്ലാവരുടെയും, അല്ലെങ്കിൽ ഒരു ഇൻകം കൂടിയാൽ എത്രത്തോളം മാറ്റമായിരിക്കും അത് കൺസംഷൻ ഉണ്ടാക്കുക എന്ന് അതിൽ നിന്ന് പ്രിഡിക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ലീനിയർ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയായിരുന്നു? എന്താണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ? ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഇത് കണ്ടീഷണൽ ഫംഗ്ഷൻ ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഗിവൺ xi ഉണ്ടെങ്കിൽ എത്രയാണ്, ഒരു ഗിവൺ xi ആണെങ്കിൽ എത്രയാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y. നമ്മൾ ഇതിനെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിച്ചു ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് പോപ്പുലേഷൻ ഡാറ്റ. നമുക്ക് അതിനെ പോപ്പുലേഷൻ റിഗ്രഷൻ എന്ന് ചുരുക്കിയപ്പോൾ വിളിക്കാം. ഇനി ഈ ഫംഗ്ഷൻ പല രീതിയിലാവാം. അതാണ് ഫങ്ഷണൽ ഫോം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് എക്കണോമെട്രിക്സിൽ. ഏത് ഫങ്ഷണൽ ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എക്കണോമെട്രിക്സിന് നല്ലൊരു എക്കണോമിക് തിയറിയുടെ ബാക്കിംഗ് വേണം. നമ്മൾ ഏതെങ്കിലും ഫങ്ഷണൽ ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പൊ നമ്മൾ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഫങ്ഷണൽ ഫോം വേണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് നമ്മൾ എക്കണോമെട്രിക്സ് യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ ലീനിയർ ഫങ്ഷണൽ ഫോം ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഒരു ലീനിയർ ഫങ്ഷണൽ ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, β1 + β2 xi. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി രണ്ട് ഇന്റർസെപ്റ്റുകളെ കുറിച്ച്, രണ്ട് കോഎഫിഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു, β1 β2. അപ്പൊ നമ്മുടെ റിഗ്രഷൻ അനാലിസിസ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്? ഇൻ റിഗ്രഷൻ അനാലിസിസ്, ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യം നോക്കി. ഇൻ റിഗ്രഷൻ അനാലിസിസ് അവർ ഇൻട്രസ്റ്റ് ഈസ് ഇൻ എസ്റ്റിമേറ്റിംഗ് PRFs ലൈക്ക് 2.2.2. ഇതാണ് ഇങ്ങനെ. That is estimating the values of unknown β1 and β2 on the basis of observations of y and x. y-ന്റെയും x-ന്റെയും ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള β1ഉം β2ഉം എസ്റ്റിമേറ്റ് ചെയ്യുക എന്നതാണ് റിഗ്രഷൻ അനാലിസിസിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ ടോപ്പിക്ക് നമ്മൾ ചാപ്റ്റർ 3 പഠിക്കും. അപ്പോൾ ഇതാണ് β1 β2, ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. അപ്പൊ റിഗ്രഷൻ ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ലീനിയർ ഫോം എഴുതുക. ആ ലീനിയർ ഫോമിന്റെ നേച്ചർ ആണ് ഇത്. നമുക്ക് അടുത്തത് ലീനിയാരിറ്റിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ?
പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ, അത് ഫങ്ഷണൽ ഫോമിൽ നമ്മൾ എഴുതി, ജനറൽ ഫോമിൽ എഴുതി, ലീനിയർ ഫംഗ്ഷനിൽ എഴുതി. ഇത് ജനറൽ ഫോമാണ്. ബട്ട് ഇഫ് സപ്പോസ് ഇറ്റ് ഈസ് ലീനിയർ ഫംഗ്ഷൻ, ദെൻ വി വിൽ റൈറ്റ് ലൈക്ക് ദിസ്. ഈ ഫോമിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. ഇത് ജനറൽ ഫോമാണ്. ഈ ജനറൽ ഫോമിനെ നമുക്ക് പല രീതിയിൽ എഴുതാം. അതിന് ലീനിയർ ഫോമിൽ എഴുതുമ്പോഴാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി ലീനിയാരിറ്റിയിലേക്ക് എടുക്കാം. ഇതൊക്കെ ഫണ്ടമെന്റൽ ഐഡിയാസ് ആണ് കേട്ടോ. ഞാനത് സമയമെടുത്ത് ഇതൊക്കെ നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് അടുത്ത കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പല ക്ലാസ്സുകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മൾ കേട്ട് കേട്ട് അത് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ക്ലാസ് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാക്സിമം എക്കണോമെട്രിക്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേരൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ട് പിന്നെ പോകുന്നുണ്ട്. ക്ലാസ് തുടങ്ങിയപ്പോൾ നമുക്ക് 19 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 16 പേരായി. അത് റേഞ്ചൊന്നും കിട്ടാനിട്ടേക്കും സർ. ഏഹ് റേഞ്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കായി. ഓക്കെ, എനിക്ക് മനസ്സിലായി. അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് ലീനിയാരിറ്റി. നമ്മളിപ്പോൾ ലീനിയർ ഫംഗ്ഷൻ എഴുതിയല്ലോ. സോ ഇത് ജനറൽ ഫംഗ്ഷൻ ആണ്, ഫങ്ഷണൽ ഫോം. ആ ജനറൽ ഫംഗ്ഷൻ നമ്മൾ ലീനിയർ ഫങ്ഷണൽ ഫോമിൽ എഴുതി. ഇനി വാട്ട് ഈസ് ലീനിയാരിറ്റി? നമുക്ക് ലീനിയാരിറ്റി എന്താ നോക്കാം. ഇപ്പോൾ ലീനിയാരിറ്റീനെ ആദ്യം തന്നെ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലീനിയാരിറ്റി ഇൻ വേരിയബിൾസ് ആൻഡ് ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ്. നമ്മൾ ഈ മോഡലിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ഒരു മോഡലിൽ ഒന്ന് വേരിയബിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് വേരിയബിൾസ്? ഈ ലീനിയർ whatever be the functional form, there will be variables and parameters. What are the variables? Independent and dependent. Yes, y and x. അതാണ് y dependent, x independent. ഇനി എന്താണ് parameters? Beta 1, beta 2. Intercept. Yes, intercept and slope. Okay, very good. അപ്പൊ മീനിങ് ഓഫ് ദ ടേം ലീനിയർ, നമ്മൾ ലീനിയർ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ലീനിയാരിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ലീനിയാരിറ്റി ഇൻ വേരിയബിൾ, ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ലീനിയാരിറ്റി ഇൻ വേരിയബിൾസ്. ദെൻ സെക്കൻഡ് വൺ, ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ ഇവിടെ ലീനിയാരിറ്റി ഇൻ വേരിയബിൾ നമ്മൾ ലീനിയർ ഫോം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് expected value of y given xi is equal to ലീനിയർ ഫോമിൽ എഴുതിയാണ്. സോ ബീറ്റ 1, ചിലർ ബീറ്റ 0 എന്നായിരിക്കും ഉപയോഗിക്കുക, ചിലർ ആൽഫ എന്ന് ഉപയോഗിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എന്റെ അർത്ഥത്തിലുള്ളൂ പാരാമീറ്റേഴ്സ് ബീറ്റ 2. എന്ത് വാല്യൂ, എന്തൊക്കെ പേരുകൾ ഉപയോഗിച്ചാലും ഇതിന്റെ അർത്ഥത്തിലുള്ളൂ, ഒന്ന് ഇന്റർസെപ്റ്റ് ആണ്, ഒന്ന് സ്ലോപ്പ് ആണ്. ഓക്കെ, xi. ഇപ്പൊ ചില ടെക്സ്റ്റ് ബുക്കിൽ ആൽഫ ബീറ്റ എന്നൊക്കെ ആയിരിക്കും ഉപയോഗിക്കാം, ചിലർ AB എന്നായിരിക്കും ഉപയോഗിക്കാം, ചിലർ ഡെൽറ്റ ഉപയോഗിക്കും. സോ എന്തൊക്കെ ഉപയോഗിച്ചാലും നിങ്ങൾ ഇതിന്റെ ഫങ്ഷണൽ ഫോം എടുത്ത് നോക്കിയാൽ ആദ്യത്തത് ഇന്റർസെപ്റ്റും വേരിയബിളിനോട് ചേർന്ന് കിടക്കുന്നത് സ്ലോപ്പും ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിന് ഏതൊക്കെ ഫോമിൽ ഉപയോഗിച്ചാലും ഡോണ്ട് വറി. ചിലർ ബീറ്റ 0, ബീറ്റ 1 ഉപയോഗിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഈ ലീനിയർ ഫംഗ്ഷനിൽ നമ്മളിവിടെ ഒരു നോൺ ലീനിയാരിറ്റി ആദ്യം പറയാം. ഇത്രയേ ഉള്ളൂ. വേരിയബിൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ലീനിയാരിറ്റി ഇൻ വേരിയബിൾസ് ആണ്, അല്ലെ? ഇപ്പൊ വേരിയബിൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വേരിയബിൾ, എക്സ് ആണ് നമ്മുടെ വേരിയബിൾ. എക്സിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ലീനിയാരിറ്റി ഇൻ വേരിയബിൾ ആണോ നോക്കുന്നത്. സപ്പോസ് ദിസ് ഈസ് എക്സ് ഈസ് റേസ്ഡ് ടു ദ പവർ 1, then it is linear form. See, if a variable is raised to the power 1, it is in linear form.
ഇവിടെ 1 കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. റൈസ് ടു ദ പവർ 1 എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ? അവിടെ 1 കാണിക്കേണ്ട കാര്യം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 1 എഴുതാത്തത്. ഇതെല്ലാം റൈസ് ടു ദ പവർ 1 ആണ്. ഓക്കെ. അതേസമയം നോൺ ലീനിയർ ആണെങ്കിൽ, നോൺ ലീനിയർ ഇൻ വേരിയബിൾ ആണെങ്കിൽ, സപ്പോസ് ഇറ്റ് ഈസ് റൈസ് ടു 2. This is non-linear in variable. Why? That variable is raised to the power 2. It can be raised to the power 3, raised to the power 4. So when a variable is raised to the power 1, we call that linearity in variable. Clear? Okay, sir. Okay. So അടുത്തത്, അപ്പൊ ഇത് നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായി മാറി. ഇപ്പോൾ ഇറ്റ് ഈസ് നോൺ ലീനിയർ ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് നോൺ ലീനിയർ ഇൻ വേരിയബിൾ. ഓക്കെ. ഇനി നമ്മുടെ എക്സാമ്പിൾ, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ xi ഈസ് ഈക്വൽ ടു 3. xi എന്ന് പറഞ്ഞാൽ 3 ആണ് വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? beta 1 plus beta 2. ഇവിടെ എന്ത് എഴുതും? 3 എഴുതും. 3 raised to power 2. അപ്പൊ എന്താണ്? 3 raised to power 2. 3 raised to power 2. നമുക്ക് ഇങ്ങനെ എഴുതണോ അല്ലെങ്കിൽ 9 എന്ന് എഴുതും. 3 into 3. 3 into 3. 3 raised to power 2 എന്ന് പറഞ്ഞാൽ 3 into 3 അല്ലേ? അപ്പൊ നമ്മളിവിടെ 9 എഴുതും. ഓക്കെ. അപ്പോൾ ഇത് ലീനിയർ, ഇത് നോൺ ലീനിയർ ഇൻ വേരിയബിൾ ആണ്. ബട്ട് വി ക്യാൻ യൂസ്, നമ്മൾ അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? 9 ആയി മാറി. അപ്പൊ ഒരു എക്സിനെ പോലെ തന്നെ ആയി അല്ലേ? അതുകൊണ്ട് നമുക്ക് നോൺ ലീനിയർ ഇൻ വേരിയബിൾ ആണെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ, വി ക്യാൻ യൂസ് ദാറ്റ് ഇൻ റിഗ്രഷൻ അനാലിസിസ്. നമുക്ക് അതിനെ ലീനിയർ ഫോമിൽ തന്നെ ഉപയോഗിക്കാം. റിഗ്രഷൻ അനാലിസിസ്, ലീനിയർ റിഗ്രഷൻ അനാലിസിസിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതിലേക്ക് വീണ്ടും ഒന്നുകൂടി വരാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമ്മൾ അടുത്തത് ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ് ആണ്. ലീനിയാരിറ്റി ഇൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാനൊരു സ്ക്വയർ ഇട്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തായി? പാരാമീറ്റർ റേസ് ടു ദ പവർ 2 ആയി. ഓക്കെ. If the parameter is raised to the power 2, then it is non-linear in parameter. Power 2 ആവാം, power 3 ആവാം, raised to the power 4 ആവാം. Then it can be this is exponential function. നമുക്കിത് വേറെയും പല രീതിയിലൊക്കെ എഴുതാം. സോ ഇവിടെ ബീറ്റ 2 റേസ് ടു ദ പവർ 2 ഇത് നോൺ ലീനിയർ ഇൻ പാരാമീറ്റർ ആണ്. ഇങ്ങനെ പാരാമീറ്റർ ലീനിയർ ആണെങ്കിൽ മാത്രമേ ലീനിയർ ഫംഗ്ഷൻ പറ്റുള്ളൂ. അതേസമയം ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അത് നോൺ പാരാമെട്രിക് മീൻസ് നോൺ ലീനിയർ ആണെങ്കിലും we can use non-linear regression function. But if parameter is non-linear, we can never use linear regression function. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ലീനിയാരിറ്റി ഇൻ വേരിയബിൾ. ലീനിയാരിറ്റി ഇൻ വേരിയബിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം എക്സ് റേസ് ടു ദ പവർ 1 അല്ല, വേറെ ഏതോ ആണ്.
അതേസമയം നോൺ ലീനിയാരിറ്റി ഇൻ പാരാമീറ്റർ എന്ന് പറയുന്നത് β1 β2 or both. They are not raised to the power 1. So linearity basically means if a variable or a parameter is raised to power 1, then it is linear. If it is not raised to the power 1 or in any other form, then we call that non-parameter or non-linear in variable or parameter. Okay. So നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ ആണെങ്കിൽ ഇങ്ങനെ എഴുതാന്ന് വെച്ചു β1 plus β2 raised to the power 2 3. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ this can never be used for linear regression analysis. ഇത് നോൺ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് മാത്രമേ ഇങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഒരിക്കലും ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം എക്സ് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വേരിയബിൾ നോൺ ലീനിയർ ആണെങ്കിൽ നമുക്ക് ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് പാരാമീറ്റർ നോൺ ലീനിയർ ആണെങ്കിൽ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യം നോക്കുക. From now on, the term linear regression will always mean a regression that is linear in parameter than the betas. That is, the parameters are raised to the power 1, first power only. It may or may not be linear in explanatory variables. അപ്പൊ നമ്മൾ ടേം ലീനിയർ എന്ന് പറയുന്നത്, ലീനിയർ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രം നൗ ഓൺ, ഇപ്പൊ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി. ഫ്രം നൗ ഓൺ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീനിയർ ഇൻ പാരാമീറ്റർ മാത്രമാണ്. അത് വേരിയബിളിലോ വേരിയബിളിന്റെ കാര്യത്തിൽ അത് ലീനിയറോ നോൺ ലീനിയറോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്തായിരിക്കും അതിനെ പറയാ? ലീനിയർ റിഗ്രഷൻ അനാലിസിസ് തന്നെ ആയിരിക്കും പറയാം. മനസ്സിലായോ? അതായത് നമ്മൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം അത് ലീനിയർ ആയാൽ മതി. ഏത് കാര്യത്തിൽ? പാരാമീറ്റേഴ്സിന്റെ കാര്യത്തിൽ മാത്രം അത് ലീനിയർ ആയാൽ മതി. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ കാര്യത്തിൽ അത് ലീനിയർ ആവണം എന്നില്ല. അത് ലീനിയർ ആവാം, ആവാതിരിക്കാം, നോൺ ലീനിയർ ആവാം. റേസ് ടു ദ പവർ 1 ആവണം എന്നില്ല വേരിയബിൾ. പക്ഷെ നമ്മൾ അതിനെ എന്ത് തന്നെ വിളിക്കും? വി കോൾ ദാറ്റ് ലീനിയർ റിഗ്രഷൻ. ഇതാണ് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യത്തിൽ. ഇനി ഒന്നുകൂടി ഞാനത് പറയണേ. ഇനി ഒന്ന് നോക്കുക. From now on, the term linear regression will always mean regression that is linear in parameter betas. That is, parameters are raised to the power first power only. It may or may not be linear in explanatory variables. X ന്റെ കാര്യത്തിൽ അത് വേരിയബിളോ എക്സിന്റെ കാര്യത്തിൽ അത് ലീനിയറോ നോൺ ലീനിയറോ ആവാം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കി. ഇതൊരു രണ്ട് ഫങ്ഷണൽ ഫോംസ് ആണ്. ഇത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi is equal to β1 plus β2 xi. ഇത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് y given xi is equal to β1 plus β2 xi raised to 2. ഇതെന്താണ്? നമ്മൾ ഈ രണ്ട് ഫങ്ഷണൽ ഫോമിനെ എന്ത് വിളിക്കും? രണ്ടിനെയും നമ്മൾ ലീനിയർ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുള്ളൂ. വൈ? ബിക്കോസ് ദ പാരാമീറ്റേഴ്സ് ആർ linear. Parameters are linear. That is the condition. Look at the parameters. If it is linear, then the function is linear. That is the golden rule there. Look at the parameter. Look at the parameter. If that parameter is raised to the power 1, it is linear. Okay. Okay, yes. ഇത് നോക്കാം. ഇവിടെ സ്ക്വയർ ആവാം, ഏതൊക്കെ ടൈമിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. എക്സ് റേസ് ടു 2 ആവാം, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആവാം. ഇങ്ങനെ പല ഫോമിൽ നമുക്ക് വേരിയബിളിനാവാം. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇനിയും പല ഫോംസ് ഉണ്ട്. സോ അതൊന്നും വിഷയമല്ല. പാരാമീറ്റർ മാത്രം ലീനിയർ ആയാൽ മതി.
ഇനി ഇതെല്ലാം നമുക്ക് പരിചിതമായ ചില തിയറികളായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ ഫോംസ് ആണ്. ഈ ഫങ്ഷണൽ ഫോംസ് നമുക്ക് ഇപ്പോ പഠിക്കാനായിട്ടില്ല. നമുക്ക് ഇതിനെല്ലാം നമുക്ക് ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. കാരണം എന്താണ്, എല്ലാം ലീനിയർ ഇൻ പാരാമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം ലീനിയർ ഫോംസിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ അതിന്റെ ലോഗ് ഫംഗ്ഷൻ എടുക്കുന്നതിലൂടെയോ നാച്ചുറൽ ലോഗ് എടുക്കുന്നതിലൂടെയൊക്കെ നമുക്കിതിനെ ലീനിയറിലേക്ക് ആക്കാൻ പറ്റും. ബട്ട് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ബീറ്റ 1 പ്ലസ് ബീറ്റ 2x പ്ലസ് ബീറ്റ 3x റേസ് ടു 2. ഇവിടെ നോക്കാം, ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ക്വാഡ്രാറ്റിക് ഫംഗ്ഷനിൽ ഇവിടെ മൂന്നാമത്തെ വേരിയബിൾ എക്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എക്സ് സ്ക്വയർ ആയിട്ട് എടുക്കുകയാണ്. ഇൻഡിവിജ്വൽ ആ എക്സ് ഐ അല്ല, ഇത് വേറെ വേരിയബിൾ അല്ല. ഈ ഇൻകം തന്നെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇൻകത്തിന്റെ സ്ക്വയർ എടുക്കുക. ഇത് നോക്കുക, ഈ കർവുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യു ഷേപ്ഡ് കർവ് കോസ് കർവിന് വരുന്നതാണ്. കോസ് കർവിലൊക്കെ നമ്മൾ യു ഷേപ്ഡ് കർവ്സ് പഠിക്കാറുണ്ട്. എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ ഇ റേസ് ടു ബീറ്റ 1 പ്ലസ് ബീറ്റ 2x. ഇവിടെയും ബീറ്റ 1ഉം ബീറ്റ 2ഉം ലീനിയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ലീനിയർ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്യൂബിക് ഫംഗ്ഷൻ നോക്കാം. ഇത് നമ്മൾ ഈ ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് അല്ലെ, നമ്മൾ ഈ ഷേപ്പ് ഒക്കെ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീറ്റ 1 പ്ലസ് ബീറ്റ 2x പ്ലസ് ബീറ്റ 3 എക്സ് റേസ് ടു 2 പ്ലസ് ബീറ്റ 4 എക്സ് റേസ് ടു 3. ഈ സെയിം എക്സിനെ തന്നെ നമ്മൾ റേസ് ടു 2ഉം റേസ് ടു 3ഉം ആ ഇക്വേഷനിൽ കൊണ്ടുവരുമ്പോൾ then it is cubic function. ഇതെല്ലാം ലീനിയർ ഇൻ പാരാമീറ്റർ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക്, എക്സ്പോണൻഷ്യൽ, ക്യൂബിക് ഇതെല്ലാം ഫങ്ഷണൽ ഫോംസ് ആണ്. ബട്ട് ജനറലി ദിസ് സെമസ്റ്റർ വി വിൽ ഡീൽ വിത്ത് എക്സ് റേസ് ടു ദ പവർ 1 ഓൺലി. ഓക്കെ, ഞാനത് സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ന്